നമ്മളെ HRMൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്റർ, ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞിട്ട് പരാതി പരിഹാരമാണ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയാം. ഗ്രീവൻസസ് മീൻസ് എ ക്ലെയിം ബൈ ആൻ എലിജിബിൾ എംപ്ലോയി that the employer's personal employment has been affected by unfavorable employment decision എന്നാണ്. അതായത് ഈ എംപ്ലോയർ എടുത്ത ഏതെങ്കിലും ഒരു ഡിസിഷൻ കൊണ്ട് അയാളുടെ ജോലിയെ ബാധിക്കുന്നു എങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗമാണെന്ന് പറയാം ഗ്രീവൻസ്. അത് ഗ്രീവൻസ് ഈസ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്നാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ലെവലിൽ ഉണ്ടാകുന്ന ഡിസാറ്റിസ്ഫാക്ഷനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് എബൌട്ട് എ വർക്ക് സിറ്റുവേഷൻ ബൈ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് എന്നാണ് പറയാം. കോസസ് ഓഫ് ഗ്രീവൻസസ് നോക്കുക. ഒന്ന്, ഗ്രീവൻസസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. വർക്കിംഗ് കണ്ടീഷനിലെ മിസ്റ്റേക്ക് കൊണ്ടുവരുന്ന ഗ്രീവൻസസ്. നോൺ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ടൂൾസ് ആൻഡ് മെഷീൻസ്, ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ഗുഡ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ വെരി ഹൈ പ്രൊഡക്ഷൻ ടാർഗറ്റ്, അതുപോലെ തന്നെ മിസ്മാച്ച് ഓഫ് ദി വർക്ക് വിത്ത് ദി ജോബ്, അതേപോലെ അതായത് അനുയോജ്യമല്ലാത്ത ജോലിയിൽ പോസ്റ്റ് ചെയ്താണ് പറഞ്ഞത് കേട്ടോ. പുവർ റിലേഷൻസ് വിത്ത് ദി സൂപ്പർവൈസർ. അതേപോലെ തന്നെ ഗ്രീവൻസസ് റൈസിങ് ഫ്രം ദി മാനേജ്മെൻറ്റ് പോളിസി. അവരുടെ എടുക്കുന്ന പോളിസി കൊണ്ട് ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, ഇത് പോളിസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, വേജ് റേറ്റ്സ്, മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്, ഓവർ ടൈം ആൻഡ് ഇൻസെൻറ്റീവ് സ്കീം, സീനിയോറിറ്റി, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ എക്സെട്ര, പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ഫോർ മിസ്കണ്ടക്റ്റ് എന്നാണ്. മിസ്കണ്ടക്റ്റിന്, മിസ്ബിഹേവിയറിന് ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റീസൊക്കെയാണ് ഈ ഒരു മാനേജ്മെൻറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ടത്. ഗ്രീവൻസസ് അറൈസിങ് ഫ്രം വയലേഷൻ ഓഫ് കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്നാണ്. കമ്പനിയുടെ റൂൾസും റെഗുലേഷനും വയലേറ്റ് ചെയ്തുകൊണ്ടുണ്ടാവുന്ന ഗ്രീവൻസസ്. അതുപോലെ തന്നെ സെൻട്രൽ ഒരു സ്റ്റേറ്റിലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ലോവിനെ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്രീവൻസസ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്ന 3 ലെവലിൽ. വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പോളിസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ 3 കാര്യങ്ങളുടെ വയലേഷനിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് ഡിസിപ്ലിൻ ആണ്. ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു സൈഡാണ് ഡിസിപ്ലിൻ എന്ന് പറയാം. പ്രോബ്ലംസ് വിത്ത് എംപ്ലോയീസ് മേ അറൈസ് ഫ്രം ടൈം ടു ടൈം ഈവൻ ഇൻ ബെസ്റ്റ് മാനേജ്ഡ് ഓർഗനൈസേഷൻ. അതായത് എത്ര നല്ല എന്താ പറയുക മാനേജ്മെൻറ്റിലെ സ്ഥാപനമാണെങ്കിലും അവിടെ എന്തുണ്ടാവും, ഗ്രീവൻസസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഒക്കേഷണലി മാനേജ്മെൻറ്റ് മേ ഫോഴ്സ് ടു ടേക്ക് ഡിസിഷൻസ് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് എംപ്ലോയീസ് എന്നാണ്. അപ്പോൾ എംപ്ലോയീസിനെതിരെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കേണ്ടി വരും, അതാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുക. ദി ടേം ഡിസിപ്ലിൻ റെഫേഴ്സ് ടു എ കണ്ടീഷൻ ഇൻ ദ ഓർഗനൈസേഷൻ വേർ എംപ്ലോയീസ് കണ്ടക്ട്സ് ദംസെൽവ്സ് ഇൻ അക്കോർഡൻസ് with the organization's rules and regulations, standards of acceptable behavior എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ അപ്രോച്ചസ് ആണ്. അതായത് നമ്മൾ ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട അപ്രോച്ചസാണ് ട്രഡീഷണൽ അപ്രോച്ച്, ജുഡീഷ്യൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച്, ദിസ് അപ്രോച്ച് ഇൻസ്ട്രക്ട് ദി സൂപ്പർവൈസർ ടു ബിഗിൻ ദി പ്രോബ്ലം സോൾവിങ് പ്രോസസ് ബൈ കണ്ടക്ടിങ് കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് സെഷൻ എന്നാണ്. അതുപോലെ ഉണ്ടാവുക കോച്ചിങ് സെഷനും കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഇത് എന്ന് പറയാം ഒഴിവാക്കുന്ന രീതിയാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയാം. ജുഡീഷ്യൽ അപ്രോച്ചസ് ഉണ്ട്. അണ്ടർ ദിസ് അപ്രോച്ച് എവിഡൻസ് ഈസ് കെയർഫുള്ളി വെയ്റ്റഡ് എന്നാണ്. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുക ഗ്രീവൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക വെച്ചാൽ അതിൻ്റെ എവിഡൻസുകളെ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് നാച്ചർ ഓഫ് ഒഫൻസിനെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് ഡിറ്റർമിൻഡ് ആൻഡ് ഓൾ സ്റ്റെപ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഈസ് ടേക്കൺ എന്നാണ്. അങ്ങനെ കൊണ്ടുവരുന്ന എന്താ പറയുക ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നതാണ് എന്താ പറയുക ജുഡീഷ്യൽ അപ്രോച്ചസ് എന്ന് പറയുക. ശരിക്കും അന്വേഷണം നടത്തി അതിനെ എന്താ പറയുക ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് അത്. അടുത്തത് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നാണ്. ആസ് പെർ ദിസ് അപ്രോച്ച് ദി ഒഫൻഡർ ഈസ് ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഒഫൻഡ് ചെയ്ത ആൾ, തെറ്റ് ചെയ്ത ആളെ ഹ്യൂമൻ ബീയിങ് പോലെ കൺസിഡർ ചെയ്ത് എടുക്കുന്ന രീതിയാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ദി ഒഫൻഡർ മേ ബി ദി ഒഫൻഡർ ഈസ് The offence may be made by the offender is examined at the humanitarian ground എന്നാണ്. ഒരു മാനുഷിക പരിഗണന നൽകി അതിന് വേണ്ട കൺസിഡറേഷൻ നൽകുന്നതിനെ പറയുന്നതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് ഉണ്ട്. അണ്ടർ ദിസ് അപ്രോച്ച് എവറി എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കൺസിഡർഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. ദി ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ട്രെയിനിങ് ഈസ് ഗിവൻ ടു. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അവരുടെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്ന രീതിയാണെന്ന് പറയാം ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച് എന്ന് പറയാം. അത്രയും നോക്കേണ്ടത് എസെൻഷ്യൽസ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെ നോക്കാം.